വന്ദനം. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരമറിയോ കഴി എന്ന് ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരെന്താണെന്നോ? ഉയരങ്ങൾ കീഴടക്കിയ കുട്ടൻ. ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേന ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടനെ ഇപ്പോൾ, അയ്യോ ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അങ്ങനെ അവർ വാതിൽ തുറന്നതും ബാവു ബാവു കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയൊരു പാത്രം. നിറയെ ഭക്ഷണം. ഇത് കണ്ട് കുട്ടന്റെ വഴി വെള്ളം മൂടി. ഒരിക്കൽ സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരുമായി ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? കൂട്ടുകാരെ, ആരായിരുന്നു നമ്മുടെ കഥയിലെ കുട്ടനെന്ന് നിങ്ങൾക്കറിയാമോ? മുൻ രാഷ്ട്രപതിയായ KR നാരായണൻ ആണ്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങൾ എത്താൻ സാധിക്കൂ. നന്ദി.